ഗബ്രിനേക്കാളും കൂടുതൽ കംഫർട്ടബിളും അല്ലെങ്കിൽ ക്ലോസും ജാസ്മിനായിട്ടാണ്. അപ്പോൾ എനിക്ക് അന്ന് ഉണ്ടായിരുന്ന പ്രശ്നം എന്താ? ബിഗ് ബോസിൽ വെച്ച് അടുത്ത സുഹൃത്തുക്കളായവരാണ് ജാസ്മിൻ ജാഫറും കോമണർ മത്സരാർത്ഥിയായി എത്തിയ റസ്മിൻ ഭായിയും. ഷോ കഴിഞ്ഞതിനു ശേഷം ആദ്യ നാളുകളിൽ ഇവർ ഇതേ സൗഹൃദം നിലനിർത്തി. എന്നാൽ വൈകാതെ തന്നെ ഈ ബന്ധത്തിൽ വിള്ളൽ വീണു. ഇരുവരെയും ആരാധകർ പിന്നീട് ഒരുമിച്ച് കണ്ടിട്ടേ ഇല്ല. എന്നാൽ ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ആരാധകർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴിതാ ചില ബന്ധങ്ങൾ എങ്ങനെ കൈവിട്ടുപോയി എന്നതിനെക്കുറിച്ച് റസ്മിൻ പറയുന്ന വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ബിഗ് ബോസിന് ശേഷം എനിക്ക് കുറെ പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എന്നെ മനസ്സിലാക്കാതെ പോയവരാണ്. മനസ്സിലാക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോയിക്കോട്ടെ. കാരണം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു യൂസും ഇല്ലാത്തവരായിരിക്കും. പിന്നെ ആളുകളുടെ പ്രയോറിറ്റി മാറുന്നതിന് അനുസരിച്ച് ആ രീതിക്ക് ആളുകൾ പോകുമെന്നും തിരിച്ചറിഞ്ഞു. ബിഗ് ബോസിലൂടെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഒരാളെ എങ്ങനെ നിർത്തണം എന്നതൊക്കെ ബിഗ് ബോസിലെ അനുഭവങ്ങളാണ് പഠിപ്പിച്ചത്. എന്നാലും ഞാൻ നന്നാവില്ല, ഓരോ വള്ളികളൊക്കെ പിടിച്ച് മുന്നോട്ടു പോകും. ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ വന്ന നെഗറ്റീവുകളോട് പ്രതികരിക്കാതിരുന്നത് അവർക്ക് എന്നെ വ്യക്തിപരമായി അറിയില്ല. അവർക്ക് ബിഗ് ബോസിൽ ഒരു മണിക്കൂറിലൂടെ പുറത്തുവന്ന കാര്യങ്ങളെ അറിയുള്ളൂ. ഓരോ നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോഴും അതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് സമാധാനിക്കാം. അല്ലാതെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞുവെന്ന് ആലോചിച്ച് സമയം കളയാതെ പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ടു പോകുക, അവർ പറഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.